ഇന്നത്തെ ഡിഷിനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളേ ഇല്ല. അത്രയ്ക്ക് അടിപൊളി ഡിഷാണ്. അതുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്നോ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. PallaviEatsലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡിഷാണ് കൊമ്പൻ ബീഫ്. ആ പേരിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ടില്ലേ? അപ്പൊ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയ്യോ, അതിനു മുന്നേ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാണ്ടേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പം ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾ കംപ്ലീറ്റ് ഇതിരുന്ന് കാണണം. കണ്ടാലേ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. മിസ് ചെയ്യരുത്. ഇത് ബീഫ് 1/2 കിലോ വേണം. ഇത് ഞാൻ നീളത്തിലാണേ കട്ട് ചെയ്തിരിക്കണേ. അത് നന്നായിട്ട് ഉപ്പും വിനീഗറും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് 4 സവോള, ചെറിയ ഉള്ളി ഒരു 20 എണ്ണം രണ്ടായിട്ട് കട്ട് ചെയ്യണം. ടൊമാറ്റോ 2 എണ്ണം വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/2 കപ്പ് തേങ്ങാപ്പാല്, 1/2 കപ്പ് തേങ്ങ കഷ്ണങ്ങളാക്കിയത്, കോക്കനട്ട് ഓയിൽ, കാഷ്യൂനട്ട് കുറച്ച്, കറി ലീവ്സ് നമുക്ക് ഇതിന് കുറച്ച് കൂടുതൽ വേണേ. ഇനി നമുക്ക് പൊടികൾ നോക്കാം. ഉപ്പ്, ചില്ലി പൗഡർ, ഇവിടെ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, ഗരം മസാല, പെരുംജീരകം, കുരുമുളക്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. ഇത് ഞാൻ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുക്കണം, കാരണം നമുക്കിത് പൊതിയാനുള്ളതാണ്. ഇതെല്ലാമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് ബീഫ് ഇടണം. ആദ്യം ബീഫ് ഇട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതും ഇതിലേക്ക് ഇടണം. എന്നിട്ട് കുറച്ച് കറി ലീവ്സ് അതും ഇട്ട്, 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട്, 1 സ്പൂൺ ഉപ്പും ഇട്ട്, 1 സ്പൂൺ ചില്ലി പൗഡർ, 1.5 സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 സ്പൂൺ പെപ്പർ, 1/4 സ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കാൻ കാരണം എനിക്ക് ഈ ബീഫ് സ്റ്റോക്ക് വേണ്ടി വരും. അടുത്ത എൻ്റെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബേസാണ്. ഇനി നമുക്ക് ബീഫ് വേവിക്കാൻ വെക്കാം. ഒരു 7 വിസിൽ വരെ വേണ്ടി വരും. ഈ സമയം കൊണ്ട് നമുക്ക് ആ 4 ഉള്ളിയും നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ടൊമാറ്റോയും കഷ്ണങ്ങളാക്കി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പം 2 സ്പൂൺ എണ്ണയും ഒഴിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇളം ബ്രൗണിഷ് കളറിൽ വറുത്തെടുക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ബീഫിന് 7 വിസിലെന്ന് പറഞ്ഞത് എനിക്ക് കട്ടി ഫ്ലഷ് ഉള്ള ബീഫാണ് കിട്ടിയത്. നിങ്ങളുടേത് കട്ടി കുറഞ്ഞ ഫ്ലഷ് ആണെങ്കിൽ അത് 3 വിസിലായാലും ധാരാളം മതിയാവും. തേങ്ങ വറുത്തെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കാഷ്യൂനട്ടും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കാഷ്യൂനട്ട് ഏതാണ്ടായി. നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുടെ നേർപകുതി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുകയല്ല, നമ്മൾ ബിരിയാണിയിൽ ഒക്കെ മുകളിലിടൂലേ, അതുപോലെ ബ്രൗണിഷ് കളറിൽ നല്ല ബ്രൗൺ ആകുന്നത് വരെ ഇട്ട് വറുത്ത് എടുത്ത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ പെരുംജീരകം ഇട്ട്, കറി ലീവ്സ് കുറച്ചിടണം. ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഇടണം. ഇട്ട് ഇത് നന്നായിട്ട് മൂത്തിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള സവോള ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കണം. ഒഴിച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റാൻ വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഞാൻ ഉപ്പിടുവാണേ. ഇതില് സവോള ഒരു ഇളം ബ്രൗൺ ആവുമ്പം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ഇടാം. ഇട്ട് രണ്ടും കൂടെ ഏതാണ്ട് 1/4 ഭാഗം വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 സ്പൂൺ പെപ്പർ, 1/2 സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക്
നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് നന്നായിട്ട് ഈ കൂട്ടൊന്ന് തിളപ്പിക്കാം. ഇതെല്ലാം സവോളയെല്ലാം കിടന്ന് വേഗിട്ട ബീഫിൻ്റെ സ്റ്റോക്കിൽ. അങ്ങനെ നമ്മുടെ സവോളയെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് വറ്റിക്കണം. വറ്റിക്കണമെന്ന് പറഞ്ഞാൽ ബീഫ് റോസ്റ്റും അല്ല എന്നാൽ ഗ്രേവിയും അല്ല, ആ ഒരു ഫോമിലാക്കി എടുക്കണം. ഒന്ന് ഉപ്പ് നോക്കാം. ഈ സമയത്ത് ഉപ്പ് ഞാനിപ്പോൾ ഇട്ടത് കറക്റ്റാണ്, നിങ്ങളും നോക്കിക്കോളൂ. കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ചേർക്കും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങാപ്പാൽ അത് ഇതിൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല കട്ടിപ്പാലാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് വറ്റി തുടങ്ങുമ്പം നമുക്ക് 1 സ്പൂൺ കുരുമുളകും 1 സ്പൂൺ മുളക് പൊടിയും, കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അധികം എരിവ് കാണൂല, എന്നാലും ഒരു കളറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം. യഥാർത്ഥത്തിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം, പക്ഷെ എന്നാലും നമ്മുടെ കൊമ്പൻ ബീഫ് ആവില്ല. ഇനി നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് ഏതാണ്ട് നമ്മുടെ ബീഫ് കറക്റ്റ് ഫോമിലായി. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈ ഡിഷിനെ സ്പെഷ്യലാക്കുന്നത്. നമുക്ക് വാഴയില എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ച് കറി ലീവ്സ് അതിൻ്റെ മുകളിലേക്ക് ഇടണം. എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും തേങ്ങാ കഷ്ണങ്ങളും കുറച്ചിടണം. അതിൻ്റെ മുകളിൽ കുറച്ച് സവോളയും ഇടണം. എന്നിട്ട് ബീഫിൻ്റെ ഒരു പോർഷൻ അതിന് മുകളിലേക്ക് വയ്ക്കുക. അതിനുശേഷം സെയിം പ്രോസസ്സ്, കുറച്ച് കറി ലീവ്സ്, തേങ്ങ കഷ്ണങ്ങൾ, കാഷ്യൂ നട്ട്, സവോള, ഇങ്ങനെ നമ്മുടെ ബീഫ് തീരുന്നത് വരെ കറക്റ്റായിട്ടിട്ട് ലെയർ ബൈ ലെയർ ആക്കണം. ഏറ്റവും മുകളിലും കറി ലീവ്സും തേങ്ങാ കഷ്ണങ്ങളും കാഷ്യൂ നട്ടും സവോളയും ഇട്ട് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അടുത്ത് നമുക്കിതിനെ ഇല കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഗ്രേവി ഒന്നും പുറത്തു പോവാതെ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇല നന്നായിട്ട് വാട്ടിയെടുക്കണം. ഈ സമയത്ത് അല്ലെങ്കിൽ അത് നമ്മൾ പൊതിയണ സമയം ഇല കീറിപ്പോവും. അത് വരാതെ ഇത് നന്നായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. നന്നായിട്ട് പൊതിഞ്ഞിട്ട് വാഴനാരോ അല്ലെങ്കിൽ നൂലോ ഏതെങ്കിലും കൊണ്ട് നമുക്കൊന്ന് കെട്ടിവെക്കണം. ഇനി നമുക്ക് ഒരു പാൻ വെക്കാം. അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയില ആ കെട്ടെടുത്ത് ഇതിൻ്റെ പുറത്ത് വയ്ക്കണം. വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി വെച്ചിട്ട് ഇതിനൊരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ഒരു വശം മൊരിഞ്ഞെടുക്കാൻ വേണ്ടി സമയം വേണം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കതിനെ ഒന്ന് മറിച്ചിടണം. മറിച്ചിട്ട് ഇതുപോലെ പിന്നെയും 5 മിനിറ്റ് അപ്പുറത്തെ വശവും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇപ്പൊ തന്നെ വായിൽ വെള്ളം വരുന്നൊരു മണമാണ്. എന്താ മണമെന്നറിയാമോ? പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വാഴയിലയുടെയും വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ബീഫിൻ്റെയും ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക മണം കേട്ടോ. അത് നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ അത് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല, നിങ്ങൾക്കത് ഫീൽ ചെയ്യണം. നിങ്ങളത് ചെയ്യുമ്പം ഞാൻ എന്താ ഉള്ളിൽ മനസ്സിൽ കരുതുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു പ്രത്യേക മണം അതിൽ നിന്ന് കിട്ടും. അങ്ങനെ 2 വശവും മൊരിഞ്ഞു. നമ്മുടെ കൊമ്പൻ ബീഫ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും ആ പൊതിക്കകത്തിരിക്കുന്ന ആ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താണ്, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ എന്തായാലും അതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണേ. ഇനി നമുക്കിതിനെ കെട്ടഴിച്ച് നോക്കാം. ഒന്ന് പതുക്കെ തുറക്കാം. നല്ല ചൂടാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് തുറക്കണം. അങ്ങനെ ഞാനിതൊന്ന് തുറന്ന് നോക്കുവാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തുറന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ സെർവ് ചെയ്യാൻ പോകുന്നത് അവിടെ വച്ച് വേണം തുറക്കാൻ.
എൻ്റെ അമ്മോ ഇതെന്താ മണം, ഇത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ, നല്ല മണം. ഇനി ഇത് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഈ ഡിഷ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും തീർച്ച, പക്ഷേ നിങ്ങൾ അതിന് ഉപയോഗിക്കുന്ന സമയത്തിന് എന്തായാലും നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടും, തീർച്ചയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ കമന്റ്സും എനിക്ക് ഇടണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.